നമസ്കാരം. തെളിവ് ചോദിച്ച് കാലം കഴിക്കുകയായിരുന്നു ഇത്രയും കാലം മുഖ്യമന്ത്രി. സോളാറും സരിതയും ചാണ്ടിയുമ്മനും താൻ തന്നെയും ഒക്കെ കഥാപാത്രങ്ങളാകുമ്പോൾ സരിതയെ അഭിസാരികയാക്കി. അപ്പോഴും തെളിവുകളെക്കുറിച്ച് ചോദിച്ചും മനസാക്ഷി എന്ന ഏകാധിപതികളുടെ തത്വശാസ്ത്രം പ്രഖ്യാപിച്ചും മുഖ്യമന്ത്രി തടിതപ്പി. തെളിവ് ചോദിച്ച് നാടുനീളെ പ്രസംഗിച്ച് നടന്ന മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഇതാ തെളിവുകളുടെ ഘോഷയാത്ര തന്നെ വരുന്നു, സരിത വഴി. ഇനി ഇതിലും വലിയ തെളിവ് വേണം എന്നാണോ ഉമ്മൻചാണ്ടി പറയുന്നത്? എൻ്റെ ഡിഗ്ഗ ഭഗവാനെ, എന്തൊക്കെ കാണണം? ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. കെ ബാബുവിനെ റദ്ദാക്കൽ വിധി പ്രകാരം തിരിച്ച് മന്ത്രിസഭയിലേക്ക് ആനയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണം എന്ന കോടതി വിധി റദ്ദാക്കപ്പെട്ടതിനുള്ള ലഡു വിതരണം അവസാനിച്ചിട്ടും ഇല്ലായിരുന്നു. ഉമ്മൻചാണ്ടി ആഹ്ലാദ അതിരേകത്താൽ പുളകം കൊള്ളവേ അതാ വരുന്നു സരിതാ മൊഴി ആട്ടക്കഥയിലെ ഒടുവിലത്തെ എപ്പിസോഡ്. കയ്യിലുള്ള 3 ഡിജിറ്റൽ തെളിവുകൾ സോളാർ കമ്മീഷന് സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തവണത്തെ വരവ്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ബെന്നി ബെഹന്നാനും സലിം രാജും എബ്രഹാം കലമണ്ണും അടക്കമുള്ളവരുമായി നടത്തിയ സംഭാഷണങ്ങളും കൂടിക്കാഴ്ചകളും അടങ്ങിയ ദൃശ്യങ്ങൾ. ഉമ്മൻചാണ്ടിയുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ടെലിഫോൺ സംഭാഷണങ്ങളും ദൃശ്യങ്ങളും കണ്ട് ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പുകാരും ഇനി എന്തു ചെയ്യും എന്നാലോചിച്ച് അന്തിച്ചിരിപ്പാണ്. തെളിവെവിടെ എന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ, അതിന് ഇത്രമാത്രം തെളിവുകൾ ഹാജരാക്കണമായിരുന്നോ? NS മാധവൻ പറഞ്ഞതുമാതിരി ഉമ്മൻചാണ്ടിയുടെ സ്ഥിതി സരിതാപകരം തന്നെ. ഞാൻ ഇതുവരെ എല്ലാ നേതാക്കന്മാരും, കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് എനിക്ക് CM-ഉമായിട്ട് ബന്ധമില്ല, CM-ഉമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും CM-ന്റെ അടുത്ത് ഇന്നുവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് സരിതാ നായർ എന്നായിരുന്നു. പക്ഷെ അതിനെ ഗണ്ണിക്കുന്ന കോൺഗ്രസിലെ നേതാക്കന്മാർ മാത്രം സംസാരിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡേഴ്സാണ് ഞാൻ ഇന്ന് ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല, ഞങ്ങളുടെ കമ്പനിയുമായി ഇതുവരെ ഒരു പേപ്പർ കഷ്ണം പോലും തരികയോ കൊടുക്കുകയോ, ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയോ ഇങ്ങോട്ട് തരികയോ ചെയ്തിട്ടില്ല. അതിന്റെ ബേസിൽ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള വാദം ഗണ്ണിക്കുന്ന 2-3 ഫിസിക്കൽ എവിഡൻസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. തോമസ് കുരുവിള, ഞാൻ എന്റെ ഡിപ്പോസിഷനിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഞാൻ പണം കൈമാറിയ സമയത്ത് അദ്ദേഹത്തിനെ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, നാട്ടിൽ എവിടെയാണ്, അല്ലെങ്കിൽ ഇത്രയും പണം കൈമാറിയതിന്റെ ഒരു ബിസിനസ് മൈൻഡാണെന്ന് കൂട്ടിക്കോ. അദ്ദേഹത്തിന്റെ അഡ്രസ്സ് ഞാൻ ഓൺ ഹാൻഡ് റൈറ്റിംഗിൽ, തോമസ് കുരുവിളയുടെ ഓൺ ഹാൻഡ് റൈറ്റിംഗിൽ എൻ്റെ ഒരു ചെറിയ റഫ് ഡയറിന്നോ അല്ലെങ്കിൽ റഫ് നോട്ട്ബുക്ക് എന്ന് പറയാവുന്ന ഒരു ബുക്കിലേക്ക് ഞാൻ എഴുതി വാങ്ങിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പട അടങ്ങിയ ആ റൈറ്റിംഗ്സും ഞാനിവിടെ ഒറിജിനലും അതോടൊപ്പം അതിന്റെ ഫോട്ടോ കോപ്പിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബലം പവർ മാറ്റിന്റെയോ ജീവൻ ടോണിന്റെയോ അല്ല. ഹായ് കോമള, എന്നെ എടുത്താ കുട്ടിയുടെ അടുത്ത് കൊണ്ട് വെക്കൂ. സൂക്ഷിച്ച് ഹാൻഡിൽ വിത്ത് കയറേ, നിലത്തിട്ട് ഉടക്കല്ലേ. അച്ചു പോവല്ലേ, ഉണ്ണേട്ടം വന്നോണ്ടിരിക്കുക. ഇനി വെള്ളക്കാരൊക്കെ പൊക്കോളൂ. ബാക്കിക്കും പോവാ. എന്നെ മനസ്സിലായില്ലേ? ആ പഴയ ഉണ്ണേട്ടം തന്നെയാ. കുറച്ചു നാളിഞ്ഞ് മെത്തേ കിടക്കണ്ട. 2 മെത്തയ്ക്കുള്ള പഞ്ഞി ഡോക്ടർമാര് ദേഹത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. കുട്ടി ശരിക്കും എന്നെ പഞ്ഞി കിട്ടു. ടോട്ടലി ഞാനൊരു കരകൗശല വസ്തുവായി. ഈ ഒറ്റ അടി കൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ കുട്ടി ഇനി ഞാൻ തന്നെ കൊണ്ടേ പോവൂ. സരിതയുടെ ആക്രമണങ്ങളിൽ എല്ലാവിധത്തിലും അസഹനീയമായത് ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട ചാവേർ ബെന്നി ബെഹന്നാനുമൊത്തുള്ള സരിതയുടെ സംഭാഷണമാണ്. ഉമ്മൻചാണ്ടിക്കും മകൻ ചാണ്ടി ഉമ്മനും വേണ്ടിയുള്ള ബെന്നി ബെഹന്നാന്റെ ശ്രമങ്ങളോടെ സരിത പ്രതികരിച്ച വിധം, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ബാറുകൾ പൂട്ടിയതിന് പ്രതികാരം തീർക്കാൻ സരിത ചെയ്ത ചെയ്ത്ത്, എല്ലാം കാണുന്ന ഉമ്മൻചാണ്ടിയെ കണ്ടാലറിയാം സംഗതിയുടെ കിടപ്പ് തന്നെ. ഹലോ, അതിനകത്ത് ബന്ധപ്പെട്ടായിരുന്നോ? ഞാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. സാറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, സാറിനെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഏതായാലും സഹായമായി നിലപാടെടുക്കുക. സഹായമായ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം മതിയോ? ഞാൻ ഈ കേസിനകത്ത് മൊത്തം അത് ഫേസ് ചെയ്യേണ്ടി വരുന്നതല്ലേ? അതെന്താ സാറ് ചിന്തിക്കാത്ത? 58 കേസ് 48 കേസ് എനിക്കുണ്ട്. ഈ 48 കേസിനകത്ത് ഈ മൊഴി വാലിഡ് ആവും. അതില് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞിട്ടവിടെ ഉണ്ടല്ലോ, 9 വേണ്ടതുണ്ടല്ലോ. ഇതിനകത്ത് അവസാനം ലാസ്റ്റ് ഞാൻ മാത്രം ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് അതൊന്നും ഉണ്ടാവത്തില്ല.
ഉണ്ടാവുന്നില്ല. അത് ഉണ്ടാകത്തില്ലെന്ന് ഞാൻ എന്ത് കണ്ട് ഞാൻ വിശ്വസിക്കണം? ഓരോരുത്തരുടെ അടുത്ത് എന്തെല്ലാം വാഗ്ദാനം പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. സാറ് തന്നെ ആലോചിച്ച് നോക്ക്. അവസാനം ഞാൻ മാത്രം പ്രഷറിലാവുന്ന ഒരു സിറ്റുവേഷൻ പോവുക. കരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവസാനം എല്ലാവരും എന്നെ പറയും ഞാൻ ആ മൊഴി പറഞ്ഞില്ല, ഞാൻ മൊഴി മാറ്റി പറഞ്ഞു. അവരുദ്ദേശിക്കുന്നത് പത്രക്കാരും സമൂഹവും ഉദ്ദേശിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാത്രം ചീത്തയാവുന്നൊരു സിറ്റുവേഷനാണ്. എനിക്കും ജീവിക്കണ്ടേ? അതിന് ഒരു ഇതില്ല, ഒരു തീരുമാനം എടുക്കാതെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം? എന്നിപ്പോ നേരം വെളുത്ത് 7 മണിയായി. എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എന്താ വേണ്ടെന്ന് ഞാനും ചിന്തിക്കാം. അതേ ഉള്ളൂ. ഞാൻ ചിന്തിക്കാം സാറിന് ഈ ഉദ്ദേശം ഇതൊന്നും നടക്കുകയല്ല, എനിക്കറിയാം. കാര്യം ഞാൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. എനിക്ക് പിക്ചറെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു ഇനിയും ഞാൻ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ അത് ഇതുപോലെ കളയാമെന്ന്. അങ്ങനെയല്ല, എവിഡൻസ് സഹിതമുള്ള കാര്യങ്ങൾ എന്റെ കയ്യിലുള്ളൂ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നുള്ള കേസ് തന്നെ ശ്രീധരൻ നായരെ കണ്ടില്ല എന്നാണ് ഞാൻ മൊഴി പറയേണ്ടത് അല്ലേ? യഥാർത്ഥത്തിൽ എന്താണെന്ന് സാറിന് അറിയാലോ. എന്റെ തെളിവുണ്ട് അതിന്റെ. അപ്പൊ പിന്നെ ഞാൻ എന്റെ തെളിവുണ്ട് സാറേ. എന്റെ വീഡിയോ ഇവര് തമ്മിൽ സംസാരിക്കുന്നതിന് ഞാൻ അന്ന് പോയപ്പോ ഞാൻ അതിന്റെ രീതിക്ക് എടുത്തതല്ല. ഒരു ഇൻവെസ്റ്റർ വന്നപ്പം സാറിന് കാണാമെന്ന് പറഞ്ഞു. സാർ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചോണ്ടിരുന്നപ്പോ സാറ് സംസാരിക്കുന്നത് ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ മണ്ടയ്ക്ക് എടുത്തതല്ല. അത് ഇങ്ങനൊരു ഫ്യൂച്ചറിൽ ഇങ്ങനൊരു വിഷയം വരുമെന്ന് പറഞ്ഞ് എടുത്തതല്ല അത്. എന്നിട്ട് പിന്നെ ഒരുമാതിരി ഞാൻ മാത്രം എല്ലാത്തിനകത്തും അങ്ങ് നിന്നു ഞാൻ എല്ലാത്തിനകത്തും ഉത്തരം പറയാന്ന് പറഞ്ഞോണ്ടിരുന്ന സാറ് തന്നെ ആലോചിക്കും. എന്റെ സിറ്റുവേഷൻ സാറ് തന്നെ ആലോചിക്കും. എനിക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. എനിക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. ഈ 48 കേസിനകത്തും ഞാൻ ഈ കിടന്ന് ഓടുന്നാലും എന്ത് സഹായമേ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളൂ. ഞാൻ 9 മാസം ഞാൻ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നാണ്. പൈസ പറഞ്ഞു പലരും പൈസ കൊണ്ടുപോയി. ഞാൻ എങ്ങനെ ഇന്ന് ജീവിക്കുന്നതെന്ന് സാർ അന്വേഷിക്കുന്നുണ്ടോ? ആരും അതൊന്നും അന്വേഷിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു ഗവൺമെന്റിനെ സഹായിക്കും. എന്ത് സഹായിക്കാനാ? ഞാൻ സഹായിച്ചതിന് എനിക്ക് എന്താണ് എന്റെ പ്രൊട്ടക്ഷന് എനിക്ക് മേലുള്ള പ്രൊട്ടക്ഷൻ എന്താ? ഡിവൈഎഫ്ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ കുതിര കയറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എന്നെ കൊണ്ട് എത്തിക്കാന്നല്ലാതെ ഇതുകൊണ്ട് എനിക്കെന്ത് ലാഭമുള്ളത്? അതായത് മകൻ ചാണ്ടിയുമ്മൻ നയിക്കുന്ന മറ്റൊരു കമ്പനിക്ക് വേണ്ടി ടീം സോളാറും സരിതയും ഇരയായി എന്നാണ് മനസ്സിലാക്കാവുന്ന ഏകദേശ കഥ. ഈ കഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സരിത ഉമ്മൻചാണ്ടി ആൻഡ് കമ്പനിക്കെതിരെ രംഗത്ത് വരുന്നതിന് വേണ്ടി ബെന്നി ബെഹന്നാന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ നടത്തി എന്നതാണ് ഇന്നത്തെ പരിണാമ ഗുപ്തി. രസകരമായ സംഗതി, സരിതാ ബന്ധത്തിൽ നിന്നും സോളാറിൽ നിന്നും രക്ഷപ്പെടാനും വാർത്തകളിൽ നിന്നും ഒളിച്ചോടാനും താരതമ്യേന ചെറിയ പീഡകനായ അബ്ദുള്ളക്കുട്ടിക്കെതിരെ പരാതി കൊടുപ്പിച്ചതും ഇതേ ബെന്നി ബെഹന്നാനും കൂട്ടരുമാണത്രേ. ഒടുവിൽ അബ്ദുള്ളക്കുട്ടിയുടെ പരാതി നിലനിർത്താൻ ആവത് ശ്രമിക്കുകയും ചെയ്തു അത്രേ. അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിലും ബെന്നി ബെഹന്നാനും സരിതയും സംസാരിക്കുന്നു. ഒരു ചെറിയ ഇൻസിഡന്റിൽ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ പോലും സപ്പോർട്ട് ഞാൻ കണ്ടു. ഒന്നും മിണ്ടാതിരിക്കാന്നായിരുന്നല്ലോ അല്ലേ? എന്നെ കുറച്ചൊരു ചീത്തയാക്കിയിട്ട് ഒന്നും നേടാനില്ലായിരുന്നല്ലോ. അങ്ങനെ പോലും ഫേവർ ചെയ്യാത്തവരാണ് ഇനി ആ സോളാർ കമ്മീഷനിൽ ഫേവറബിൾ ആയിട്ട് മൊഴി കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. അബ്ദുള്ളക്കുട്ടിയുടെ FIR ഞാൻ അത് റദ്ദാക്കാൻ ഞാൻ പോകണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്ന് കൂടെ സാറൊന്ന് അന്വേഷിച്ചിട്ട് പറയണം. അല്ല ഇപ്പൊ ഇങ്ങനെ അയാള് ഒന്നും ചെയ്തില്ല, അയാള് വലിയ ഇതായിട്ടൊക്കെ സംസാരിക്കുന്നു, CM സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ഞാനെന്തിനാ സാറേ? ഞാൻ നാണം കണ്ടു. എനിക്ക് ഇവിടെ ജീവിക്കണ്ടേ? എല്ലാരും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്റെ കൂടെ കാര്യം ഞാൻ തറയിൽ കിടക്കുന്ന റോഡിൽ കിടക്കുന്നൊന്നുമല്ലല്ലോ. ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ല എല്ലാവർക്കും വേണ്ടിട്ട്. ചുമ്മാ എന്നെ അങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറയണം. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഇന്ന് വൈകുന്നേരം അറിയണം. 10 മണിക്ക് എനിക്ക് മൊഴി കൊടുക്കാനുള്ള പ്രിപ്പയർ ചെയ്യാൻ സമയം വേണം. പാവം അബ്ദുള്ളക്കുട്ടി തിമിംഗലങ്ങൾക്കിടയിൽ പെട്ടുപോയ ഒരു പരൽമീൻ. തിമിംഗലങ്ങൾക്ക് രക്ഷപ്പെടാൻ കൂട്ടുകാരായി ഭാവിച്ച് കുട്ടിയെ കോൺഗ്രസുകാർ തന്നെ വലയിലാക്കി കളഞ്ഞ ഹതഭാഗ്യവാൻ. എന്തൊക്കെയായിരുന്നു
ഇതെല്ലാം കേട്ടപ്പോൾ അബ്ദുള്ളക്കുട്ടി സങ്കടപ്പെടുന്നത് ഉമ്മൻചാണ്ടിയെങ്കിലും കാണുന്നുണ്ടോ? വേറെ ഏതിലേക്കെങ്കിലും ഏതെങ്കിലും ഒരു ആരോപണം ഞാൻ ഇട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട. അതെന്നോട് പറയുകയും ചെയ്തു. കാര്യം ബാക്കിയുള്ളതെല്ലാം അല്ലെങ്കിൽ ഞാൻ പറയേണ്ടി വരും എന്നവർ ഭയപ്പെട്ടു. അപ്പോൾ അതിലേക്ക് വേണ്ടി അവർ ഫസ്റ്റ് പറഞ്ഞത് പബ്ലിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനും സോളാർ കേസ് കുറച്ചൊന്ന് ഒതുക്കാനും വേണ്ടി, ഒതുക്കാന്നാണ് പറയാൻ പറ്റുള്ളൂ, ഒതുക്കാനും വേണ്ടിയിട്ട് മറ്റ് ആരോപണങ്ങളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും കടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്കുള്ള ഒരു പരാതി, അതായത് അബ്ദുള്ളക്കുട്ടിക്കെതിരെ നേരത്തെ പരാതി ഉണ്ടെന്ന് അവർക്കറിയാമെന്ന് ആ പരാതി കൊടുക്കാനായി എന്നോട് പറയുകയും അതനുസരിച്ച് ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തു. അതാണ് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ആ പരാതിയായിട്ട് വന്നത്, അബ്ദുള്ളക്കുട്ടിയുടെ പരാതി. പടച്ചോൻ എന്റെയും എന്റെ കുടുംബത്തിന്റെയും കൂടെയുണ്ട്. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ ആമക ചിത്തത്തിലന്നും ഇല്ല മാതക വ്യാമോഹമൊന്നും. അത്രമാത്രം വിഷമം അനുഭവിച്ച ഒരാളാണ്. എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അവരെ ഞാൻ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് കൂടുമാറ്റി. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പലായനം ചെയ്യപ്പെട്ട ഒരു പൊതുപ്രവർത്തകന്റെ ഫാമിലിയാണ് എനിക്ക്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചില ചീഞ്ഞ കഥകൾ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സംഗതി എന്തായാലും കംപ്ലീറ്റായി രക്ഷപ്പെടാമെന്ന് അബ്ദുള്ളക്കുട്ടി കരുതേണ്ടതില്ല. കാരണം തന്നെ പീഡിപ്പിച്ചവരിൽ അബ്ദുള്ളക്കുട്ടി കൂടി ഉണ്ട് എന്നു തന്നെയാണ് സരിത ഇപ്പോഴും പറയുന്നത്. ബെന്നിച്ചേട്ടനും കൂട്ടരും പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് അബ്ദുള്ളക്കുട്ടിക്കെതിരെ ആദ്യം തിരിഞ്ഞു എന്ന് മാത്രം. ബെന്നി ബെഹന്നാൻ എന്ന ഐ ഗ്രൂപ്പുകാരനും കണ്ണൂരിലെ കെ സുധാകരൻ എന്ന തട്ടകത്തിലെ ശത്രുവും കൂടി സരിതയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച കഥയാണ് കുട്ടിയുടെ ഉള്ളം ഉലയ്ക്കുന്നത്. സുധാകരനാണെങ്കിൽ ഇപ്പോൾ സരിത എന്ന് കേൾക്കുമ്പോൾ തന്നെ കലി കൊണ്ട് നടപ്പാണ്. ഒരു സരിതയുടെ വാക്ക് കേട്ട് സരിതയുടെ പ്രസ്താവന കേട്ട് 2014 മുതൽ ഞാൻ ഇങ്ങനെയുള്ള എനിക്കുള്ള വിഷമങ്ങൾ, അതായത് ഇവരെന്നെ ബലിയാടാക്കുന്നു എന്നുള്ള വിഷമങ്ങൾ ഞാൻ ബെന്നി ബെഹനാൻ സാറുമായിട്ട് പങ്കുവെച്ചതിന്റെ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണോ സരിത? അത് മാത്രമല്ല മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഇൻവോൾവ്മെന്റ്. ഞാൻ പറയുമ്പം ഇവരെല്ലാരും എല്ലാ ചാനലിലും വന്നിരുന്ന് നിഷേധിക്കുന്നുണ്ട്. എങ്ങനെയാ സരിതയുടെ പ്രസ്താവനയെ വിശ്വസിക്കുക? കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നു ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ സരിത പറഞ്ഞിട്ടുണ്ട് രാജ്യത്ത്? CMന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ബെന്നി ബെഹനാനും തമ്പാനൂർ രവി സാറും ആവർത്തിച്ച് എന്നോട് എത്ര ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഓഡിയോ കേട്ട് നോക്കുമ്പോൾ യു വിൽ ബി ക്ലിയർ മോർ. ആർക്കെതിരെയാ സരിത പറഞ്ഞത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ മാറ്റം പറഞ്ഞത് ബെന്നി ബെഹനാൻ സാറാണ്. അതിന്റെ ഓഡിയോ ക്ലിപ്സ് ഇവിടെ കൊടുക്കുന്നത്. ഓഴ എന്ന് പറയുന്നതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായത് അഴിമതി. ആ സ്ത്രീയുടെ മാനസികാവസ്ഥ ഈ സമൂഹം വിലയിരുത്തണ്ടേ? അഴിമതിയാണ് ശരിക്കും എന്റെ ബേസ്. മറ്റെന്തും വന്നത് ജനങ്ങളുടെ നഷ്ടമല്ല. ഇന്ന മന്ത്രിമാർ, ഇന്ന MLA-മാർ, ഇന്ന MP-മാർ എന്നോടൊപ്പം പങ്കിട്ടു എന്ന് ശരിക്കും വന്ന നഷ്ടം സരിത എസ് നായരുടെ മാത്രമാണ്. അതിനകത്ത് മറ്റുള്ളവർക്ക് പങ്കാളി. ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ പത്രക്കാരോടും ചാനലുകളോടും പറയുന്ന ഒരു അഭിസാരികയുടെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നുപോയാൽ ശരിക്കും പറഞ്ഞാൽ എന്റെ നഷ്ടം പരിഹരിക്കപ്പെടാൻ ഒരിക്കലും പോകുന്നില്ലെങ്കിലും യഥാർത്ഥ വസ്തുതയിൽ നിന്ന് മാറി. ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്തി തെളിവെടുക്കാൻ മാത്രം വലിയ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാനും ഒരു സാധാരണക്കാരിയാണ്. എന്നാലും എനിക്ക് അത്രയും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. അദ്ദേഹം ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെല്ലുവിളി അദ്ദേഹം സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കട്ടെ. എനിക്കെതിരെ എത്രയോ FIR വന്നു, ഞാനെല്ലാം ചങ്കൂറ്റത്തോടെ നേരിട്ടു. അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. എന്തിനൊളിച്ചോടി? ഇനിയും മുഖ്യമന്ത്രി അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണോ ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ ഒരാൾക്ക് ഇങ്ങനെ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല. കണ്ടാമൃഗത്തെക്കാൾ വലിയ തൊലിക്കെട്ടി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ആ സ്ഥാനത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളോടൊരു വെല്ലുവിളിയാണ്. നല്ല ഉന്നമില്ലാത്തതുകൊണ്ട് ചത്തില്ല. മിസൈല് വല്ലതും ഉണ്ടായിരുന്ന ഉള്ളില് ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. എന്തിനൊളിച്ചോടി? തെളിവെവിടെ എന്ന് ചോദിച്ച് നടന്നവർക്ക് മുന്നിൽ തെളിവിന്റെ ഒരു പൂക്കാലം തന്നെ കൊടുത്ത സരിതയുടെ സ്നേഹം ഇനിയെങ്കിലും എ ഗ്രൂപ്പുകാർ മനസ്സിലാക്കണം. കാത്തിരിക്കാം തെളിവുകളുടെ അടുത്ത വസന്തകാലത്തിനായി. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് സോളാർ യാത്ര. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? ഈ ജാഥ നയിക്കാൻ ഏറ്റവും അർഹൻ ശ്രീ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്.